ഉത്സവകാലമായാൽ ചാത്തമംഗലം ചെട്ടിക്കടവ് സ്ഥാനാർത്ഥിയായ വി.കെ. രമേശന് നിന്ന് തിരിയാൻ സമയം കിട്ടാറില്ല. പുഴായി ദേശം എന്നറിയപ്പെടുന്ന കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ ഉത്സവങ്ങൾക്ക് വരവറിയിക്കാൻ കൊടി നിർമ്മിക്കുന്നത് രമേശനാണ്. ഇത്തവണ കൊടി നിർമ്മാണവും സ്ഥാനാർത്ഥി പ്രചാരണവുമൊക്കെയായി തിരക്കോട് തിരക്കിലാണ് രമേശൻ. റിട്ടയർഡ് ASI കൂടിയായ രമേശനാണ് ഇപ്പോൾ നാട്ടിലെ പ്രധാന ചർച്ചാ വിഷയം. തെരഞ്ഞെടുപ്പ് പ്രചാരണം പൊടിപൊടിക്കുമ്പോൾ അതിരാവിലെ മുതൽ വി.കെ. രമേശൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങും. അത് ചിലപ്പോൾ രാത്രി വരെ നീണ്ടു നിൽക്കും. എന്നാൽ സമയം കിട്ടുമ്പോഴൊക്കെ തിറയാട്ട കലാകാരൻ കൂടിയായ രമേശൻ കൊടികൾ തയ്ക്കും. റിട്ടയർഡ് ASI കൂടിയായ രമേശന് ഈ തെരഞ്ഞെടുപ്പിലും വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ചാത്തമംഗലം പഞ്ചായത്തിലെ ചെട്ടിക്കടവ് വാർഡിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായാണ് ഇത്തവണ മത്സരത്തിനിറങ്ങുന്നത്. ഈ വാർഡിലെ സ്ഥാനാർത്ഥി നിൽക്കുമ്പോൾ നമ്മളെ വിജയപ്രതീക്ഷയിൽ കൂടുതൽ നമുക്ക് ഭൂരിപക്ഷം എങ്ങനെ കൂട്ടണം എന്നുള്ളൊരു ചിന്താഗതിയാണ്. അതുകൊണ്ട് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നതിനും ഈ വാർഡ് LDF നിലനിർത്തുന്നതിനും വേണ്ടിയാണ് ഈ സന്ദർഭത്തിൽ ഞാൻ വർക്ക് ചെയ്യുന്നത്. ചെറുപ്പത്തിൽ തന്നെ പോലീസിൽ കയറിയതിനാൽ രാഷ്ട്രീയത്തിൽ അത്ര വലിയ പിടിപാടൊന്നുമില്ലെങ്കിലും ഇടതുമുന്നണി രമേശനെ സിറ്റിംഗ് സീറ്റിൽ നിർത്തിയത് വലിയ കാഴ്ചപ്പാടോടെയാണ്. രമേശനെ പോലെ സൗമ്യമുഖവും ജനകീയനുമായ ഒരു സ്ഥാനാർത്ഥി വരുന്നതോടെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാനാകുമെന്ന് പ്രതീക്ഷ ഇടതുമുന്നണിക്കുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ അവസാനഘട്ട പ്രചാരണത്തിനിറങ്ങാനുള്ള തിരക്കിലാണ്. തെരഞ്ഞെടുപ്പിൽ ഞാൻ അപ്രതീക്ഷിതമായ ഒരു സ്ഥാനാർത്ഥിയായി. അപ്പോൾ ആ സ്ഥാനാർത്ഥിയായതുകൊണ്ട് ആ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ രണ്ടും കൂടെ ഉത്സവ സീസണിലെ ഈ കൊടിയും സ്ഥാനാർത്ഥിത്വവും രണ്ടും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അതിനാണിപ്പോൾ ഞാൻ ഈ ഇടവേളകളിൽ കൊടിയടിക്കുന്നത് തുടർന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരെയും നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ 598 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് LDF വിജയിച്ചത്. ഇത്തവണ വ്യക്തമായ ഭൂരിപക്ഷത്തിൽ അതിലേറെ വോട്ടുകൾക്ക് വിജയിക്കുമെന്നാണ് രമേശൻ പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് മലയാളം, കോഴിക്കോട്.